പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നോടൊപ്പം ഉള്ളത് ആതിര. ഇന്ന് ജൂൺ 23 അപ്പം നമ്മൾ എല്ലാ പത്രങ്ങളും പല പല വാർത്തകളാണ്, അതായത് വേൾഡ് കപ്പിനെ കുറിച്ചുണ്ട്, അങ്ങനെ പല പല വാർത്തകളാണ് മിക്ക പത്രങ്ങളിലും ഉള്ളത്. പക്ഷേ കേരള കൗമുദിയിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് കോച്ചിങ് സെന്ററിൽ 15 പേർക്ക് ദാരുണാന്ത്യം. ഇന്നലെ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു, തീ പിടിച്ചിട്ട് 15 വലിയ രീതിയിലുള്ള അപകടങ്ങൾ, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. അതുപോലെ വലിയൊരു പ്രശ്നമായിരുന്നു അത്. അതായത് ദുരന്തം ലക്നൌവിലെ കമ്പ്യൂട്ടർ സെന്ററിൽ, മരിച്ചവരിൽ വിദ്യാർത്ഥികളും അധ്യാപകരും. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അലിഗാഞ്ചിലെ ബഹുനില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. കമ്പ്യൂട്ടർ കോച്ചിങ് കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും അടക്കമാണ് ഇരയായത്. രക്ഷപ്പെടാൻ 2ാം നിലയിലെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചവർ ശ്വാസം മുട്ടി മരിച്ചു. 1ാം നിലയിൽ നിന്ന് ചാടിയവരിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 9 കുട്ടികളെ രക്ഷപ്പെടുത്തി. 5 കുട്ടികൾ ആശുപത്രിയിൽ ഗുരുതര അവസ്ഥയിലാണ്. അപ്പം 25ഓളം പേരാണ് ഉള്ളിൽ കുടുങ്ങിയത്. തീ ആളി പടർന്നതിനാൽ പലർക്കും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ചിലർ 1ാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികളിൽ ചിലർ രക്ഷിതാക്കളെ ഫോണിൽ വിളിച്ച് രക്ഷപ്പെടുത്താൻ നിലവിളിക്കുകയും ചെയ്തു. ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. അതായത് നമുക്കറിയാം, ഇപ്പോൾ തീ പിടിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഒരു ടെൻഷനും കാര്യങ്ങളും കാരണം എന്താ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥ വരും. അപ്പോൾ 1ാം നിലയിൽ നിന്നും ചാടി 2 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അപ്പം ഒരു വഴിയില്ലാതെ തീ പിടിച്ച് മരിക്കുന്നതിനേക്കാളും ഭേദം ചാടി എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ ചാടുന്നവരുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. അങ്ങനെ ഒരുപാട് പേർക്ക് ശ്വാസം മുട്ടി കുറേ പേര് മരിച്ചു. അപ്പം ഉണ്ടായിരുന്നു. അപ്പം അവരത്രയും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് അത് നടത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഇപ്പം കമ്പ്യൂട്ടർ സെന്റർ ഒക്കെയാണ്, അപ്പം ഒരുപാട് പേര് പഠിക്കാൻ വരുന്നവരാണ്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുമുണ്ട്. അതുപോലെ തന്നെ 14 ഫയർ യൂണിറ്റുകൾ മണിക്കൂറിൽ പ്രവർത്തിച്ച് തീ അണച്ച ശേഷം കെട്ടിടത്തിൽ പിൻഭിത്തി പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം അകത്ത് കടന്നത്. മരിച്ചവരെയും പരിക്കേറ്റവരെയും ലക്നൗ KGM ട്രോമ സെന്ററിൽ പ്രവേശിപ്പിച്ചു. അപ്പം വലിയ രീതിയിലുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അതിപ്പം ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണമെന്നാണ് സൂചന എന്ന് പറയുന്നുണ്ട്. അതായത് കെട്ടിടത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ദുരന്തം. കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് നിഗമനം. താഴെ മൃഗങ്ങളുടെ ക്ലിനിക്കും പെറ്റ് ഷോപ്പും, മുകളിലെ നിലയിൽ ആനിമേഷൻ ഗ്രാഫിക്സ് കോച്ചിങ് സെന്ററും ആനിമേഷൻ സ്റ്റുഡിയോയും ലൈബ്രറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിനകത്തൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ മൃഗങ്ങൾ, അതായത് പൂച്ചേനെയൊക്കെ എടുക്കുന്ന അതുങ്ങൾ പാവം, അത് ആ ദുരിതത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ആശ്രിതർക്ക് 7 ലക്ഷം, അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇത്രയും പ്രിയപ്പെട്ടവര് പോയിട്ടും ഈ പൈസക്കാണ് വില പറയുന്നത്. പൈസ കൊടുക്കും, കാരണം നഷ്ടപ്പെട്ട ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പം ഇത് കൂടുതലും ഉത്തരവാദിത്തത്തോടെ, അതായത് എല്ലാം ശ്രദ്ധയോടെ ചെയ്യുക എന്നത് മാത്രമേ ഇതിനായിട്ടൊരു പരിഹാരമുള്ളൂ. കാരണം ഇനിയും മുന്നോട്ട് എത്ര ആൾക്കാരാണ് വിശ്വസിച്ചിട്ട് വന്ന് ഇങ്ങനെ പഠിക്കാനിരിക്കുന്നതൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ എല്ലാ സേഫ്റ്റി നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ ഇത് ജൂണിലെ 2ാമത്തെ ദുരന്തമാണ്. അതായത് ജൂൺ 3 ഡൽഹിയിൽ മാളവ്യ നഗറിലെ ഹോട്ടലിൽ വിദേശികളടക്കം 22 പേർ കൊല്ലപ്പെട്ട വൻ തീപിടുത്തത്തിന് ഞെട്ടൽ മാറും മുൻപാണ് ലക്നൗ അപകടം. അടുത്ത മംഗളത്തില് വീണയെ വീണ്ടും വിളിപ്പിച്ച് ED 29 ഹാജരാകണം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി കേസില് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. 29 ഹാജരാകണം. 242 അക്കൗണ്ടുകളിലായി 18 കോടി രൂപ മരവിപ്പിച്ചതിൽ വീണയുടെ 2 അക്കൗണ്ടും എക്സാലോജിക്കിന്റെ 1 അക്കൗണ്ടും ഉൾപ്പെട്ടിരുന്നു. വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച EDക്ക് CMRLുമായുള്ള ഇടപാടിന്റെ രേഖകളൊന്നും കിട്ടിയില്ലെന്നാണ് സൂചന. ഈ മാസപ്പടി കേസ് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളായി. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇനി വീണ്ടും ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അവർ സ്ട്രോങ് ആക്കി കാര്യങ്ങൾ എന്താണേലും ഒരു അറസ്റ്റിലേക്കുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു, അപ്പോൾ അതിനുശേഷം വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും അവർക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണേലും തുടർന്ന് ഇനി ഇതിനൊരു ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സംസ്ഥാനത്ത് 7 പേർ കൂടി ഷിഗല്ല, ഒരു മരണം. കൂടുതലും ഇപ്പം ഇതിന്റെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഓരോ പകർച്ചവ്യാധി,
അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിച്ചേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള പകർച്ചവ്യാധികൾ, ഇപ്പം ഡെങ്കിപ്പനി ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും വലിയ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മുടെ ജാഗ്രത, ഇത് ഒന്നാമത് മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ അതിന് മാത്രം ജാഗ്രത പാലിക്കണം. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. കാരണം തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ വീണ്ടും അതിലൂടെ പകർച്ചവ്യാധികൾ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളാണെങ്കിലും മഴയുള്ള സമയത്ത് കളിക്കാതെ ആ ഒരു രീതിയിൽ വീട്ടില് സുരക്ഷയായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കാലാവസ്ഥാ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ജാഗ്രതയോടെ മാത്രം മുന്നേറിയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പുനഃപരീക്ഷയും അത്ര നീറ്റല്ല. അതായത് നമുക്കറിയാം നീറ്റ് പരീക്ഷ വീണ്ടും പുനഃപരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ ചോദ്യപേപ്പർ ചോർത്തി എന്ന പ്രശ്നത്തെ തുടർന്നായിരുന്നു വീണ്ടും പുനഃപരീക്ഷ നടത്തിയത്. അപ്പോൾ ഞായറാഴ്ച നടന്ന നീറ്റ് UG പുനഃപരീക്ഷയിലും തട്ടിപ്പുകളുടെ വിളയാട്ടം. ബീഹാറിലെ ഹസൻപൂർ ലഖിസാരൈ സെന്ററുകളിൽ ആൾമാറാട്ട റാക്കറ്റിൽ ആറാട്ടായിരുന്നു. അതായത് മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 10 പേർ അറസ്റ്റിലായി. ആൾമാറാട്ടത്തിന് 40 ലക്ഷം വരെ വാങ്ങിയെന്നാണ് മൊഴി. സെന്ററുകളിലെ ബയോമെട്രിക് പരിശോധനയും മറികടന്നാണ് ആൾമാറാട്ടക്കാർ പരീക്ഷാ ഹാളിൽ എത്തിയത്. ബയോമെട്രിക് പരിശോധനയ്ക്ക് കരാറെടുത്തത് കമ്പനിയുടെ 15 ജീവനക്കാരും പിടിയിലായിട്ടുണ്ട്. അപ്പോൾ വാരണാസിയിൽ അടിവസ്ത്രത്തിൽ സിം കാർഡും പഴയ ചോദ്യപേപ്പറും ഒളിപ്പിച്ച വിദ്യാർത്ഥിയെ പൊക്കി. തെലങ്കാന റെഡ് ജില്ലയിൽ സെന്ററിലെ ശുചിമുറിയിൽ മൊബൈൽ ഫോണുമായി വിദ്യാർത്ഥി പിടിയിലായി. ചോദ്യപേപ്പർ വാങ്ങിയ ശേഷവും ശുചിമുറിയിലേക്ക് പോയ വിദ്യാർത്ഥി 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനാൽ ഇൻവിജിലേറ്റർമാർ അവിടെ എത്തി പരിശോധിച്ചപ്പോൾ ഉത്തരങ്ങൾക്കായി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഇത് വീണ്ടും ഒരു വലിയ പ്രശ്നം. കാരണം ഇത്രയും കുട്ടികൾ, അതായത് എല്ലാവരും അങ്ങനെയല്ല, ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഇതാണ് അവരുടെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ച് നിൽക്കുമ്പം ഇതിലൂടെ ജയിച്ച് നല്ലൊരു ജോലി കിട്ടി അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അപ്പം അവർക്ക് വീണ്ടും ഒരു വലിയൊരു വെല്ലുവിളിയാണ്. എന്തായാലും എല്ലാരെയും ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇത് ചെക്ക് ചെയ്തിട്ടും അവര് ആൾമാറാട്ടം നടത്തുന്നു. അതുപോലെ തന്നെ അടിവസ്ത്രത്തിനുള്ളിൽ സിം കാർഡ് വെക്കുന്നു. അതുപോലെ പഴയ ചോദ്യപേപ്പർ കൊണ്ടുവരുന്നു. പിന്നെ മൊബൈൽ ഫോൺ, അതായത് ഇയാള് മൊബൈൽ ഫോൺ നേരത്തെ തന്നെ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശുചിമുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോകാനാന്ന് പറഞ്ഞ് വന്നിട്ട് അത് ചോദ്യപേപ്പർ നോക്കി ആൻസർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലിട്ട് ഇത് ഇത്രയൊക്കെ, അതായത് ടെലിഗ്രാം വരെ ബാൻ ചെയ്തു കുറേ നാളത്തേക്ക്. അപ്പൊ അത്രയും സുരക്ഷയോടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോലും ആൾക്കാരത് വീണ്ടും അതിനെ തടഞ്ഞുകൊണ്ട് വീണ്ടും അവരുടേതായ രീതിയിൽ അതിനെ അട്ടിമറിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലും സമയമുണ്ട്, ഇരുന്ന് പഠിക്കാനാണേലും എല്ലാത്തിനും. കാരണം എന്തിനാണ് പിടിക്കപ്പെടുന്നത്? ഇപ്പം തോറ്റാലും നമുക്ക് വീണ്ടും എഴുതിയെടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം പിന്നീട് അതിന് എഴുതാൻ പറ്റത്തില്ല. ജയിലിലൊക്കെ പോയാൽ തന്നെ പിള്ളേർക്കൊന്നും ഇപ്പൊ ചിന്തിക്കാനുള്ള യാതൊരു ബോധവും ഇല്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് അവരുടെ ഒരു പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും ദയനീയമായി. കാരണം ഇപ്പൊ പൊതുവെ ഇപ്പൊ പുനഃപരിശോധനയ്ക്ക് വന്ന കുട്ടികളെല്ലാം പറഞ്ഞത് ആദ്യത്തെ പരീക്ഷയെക്കാളും നല്ല രീതിയിൽ പാടായിരുന്നു ഈ പരീക്ഷ. അപ്പം ആ പരീക്ഷയിൽ അവർക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ സാധിച്ചേനെ ഒരുപക്ഷെ. പക്ഷെ അത് ഈ കാരണം കൊണ്ട് മാറി. ഇപ്പം ഇതിനകത്ത് ഇനി എന്താണ് തുടർ നടപടി കേന്ദ്രം എടുക്കുന്നത് നമുക്കറിയില്ല. അതെ, 1-2 പേര് ചെയ്യുന്ന കുറ്റത്തിനാണ് എല്ലാവരും കൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ കുറ്റമറ്റതാക്കാൻ CBT വരും. അതായത് ചോദ്യപേപ്പർ ചോർച്ച ഭീഷണി അടക്കം അവസാനിപ്പിക്കാൻ അടുത്ത വർഷം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതി നടപ്പാക്കുമെന്ന് NTI ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് വ്യക്തമാക്കി. അപ്പോൾ അതെന്താണല്ലോ ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്കറിയാം നെറ്റ് പരീക്ഷയൊക്കെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് കള്ളത്തരം ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലത്തുള്ള വലിയ പരീക്ഷകളൊക്കെ അത്തരത്തിൽ തന്നെ നടത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വെറൈറ്റി ആയിട്ട്, അതായത് കേരള കൗമുദിയിൽ ഫ്രണ്ട് പേജ് കൊടുത്തേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടൊരു വാർത്തയാണ്. തെങ്ങ് കേസിൽ ബൈബിൾ വചനവുമായി ഹൈക്കോടതി. ആപത്ത് കാലത്ത് അയൽക്കാരനെ കാണും. അതായത് ഒരു തെങ്ങിന്റെ പേരിൽ വഴക്കടിച്ച ഗൃഹനാഥന്മാർക്ക് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം ഉപദേശമായി നൽകി ഹൈക്കോടതി. ആപത്ത് വരുമ്പോൾ സഹായത്തിന് അയൽവാസിയെ ഉണ്ടാകൂ എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഹർജി തീർപ്പാക്കുന്നതിനിടെ ഓർമ്മിപ്പിച്ചു. അത് നമുക്കറിയാം, ഇപ്പം അയൽക്കാർ തമ്മിലുള്ള തർക്കമൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നത്. അതൊരു കോടതിയിലേക്ക് വരെ എത്തേണ്ട ഒരു ആവശ്യമില്ലെന്നുള്ള രീതിയിലാണ് കോടതി പറയുന്നത്. അതായത് ഒരു ചായ കുടിച്ച് സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണിത്. കോടതിയുടെ സമയം പാഴാക്കിയതിന് ഹർജിക്കാരന് പിഴ ചുമത്തേണ്ടിയിരുന്നെങ്കിലും കേസിലെ കക്ഷികൾ കാണിക്കുന്നത് പോലുള്ള കടുത്ത നിലപാടുകൾ ഇല്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. അതുപോലെ അയൽവാസിയുടെ തെങ്ങ് വീടിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് നെടുമങ്ങാട് സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്.
കരകുളം ഗ്രാമപഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എതിർകക്ഷി തെങ്ങ് കമ്പി വടം കൊണ്ട് വലിച്ചു കെട്ടുകയും തേങ്ങ ശേഖരിക്കാൻ തലപ്പത്ത് വലയിടുകയും ചെയ്തു. ഇതിൽ തൃപ്തനാകാതെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു അയൽവക്കക്കാർ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ സമീപിച്ചത്. അപ്പം അതൊരു ബൈബിൾ വചനമായിട്ട് അദ്ദേഹം ഒരു തമാശ രീതിയിൽ, അതായത് ഇത്രയും വലിയ ഒരു ചായ കുടിച്ച് തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അത്. അപ്പം അതിന് ഈ ഹൈക്കോടതി വരെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്നുള്ള രീതിയിൽ അദ്ദേഹം അത് ഒത്തുതീർപ്പാക്കിയെന്നാണ് പറയുന്നത്. അതായത് രഞ്ജിത്തിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു. ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു, അവരെ അതായത് പീഡിപ്പിച്ചു, അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് കേസുകൾ നിലനിന്നിരുന്നു. അപ്പോൾ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് കേസ്. സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള കഥാപാത്രം നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് അതിജീവിതയുടെ പരാതി. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. അപ്പോൾ ഈ രഞ്ജിത്തിനെതിരെയാണ് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു, ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ആരോപണം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ സിനിമാ മേഖലയിൽ കൂടുതലും ഇതുപോലുള്ള കേസുകളൊക്കെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരുപാട് നമ്മളൊന്നും അറിയാത്ത ഒരുപാട് കേസുകളാണ് വന്നത്. അതിൽ എത്രത്തോളം, അത് മാത്രമല്ല അത് എത്രത്തോളം അതിലൊരു നടപടി സ്വീകരിച്ചു എന്നതും ഒരു ചോദ്യമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വാട്സപ്പ് നയിക്കാൻ ഇന്ത്യക്കാരൻ. അതായത് ഇന്ത്യൻ ഫിൻടെക് ലോകത്തെ മുൻനിര സംരംഭകനും ക്രെഡ് സ്ഥാപകനുമായ കുനാൽ ഷാ വാട്സപ്പിന്റെ പുതിയ ആഗോള മേധാവിയാകും. മെറ്റയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതൃത്വ മാറ്റമാണിത്. നിലവിലെ തലവൻ വിൽ കാദ്കർ സ്ഥാനമൊഴിയുന്നതോടെ മെറ്റ നിർണായക ചുമതല കുനാൽ ഷായെ ഏൽപ്പിക്കുന്നത്. കുനാൽ ഷാ സ്ഥാപിച്ച ഇന്ത്യൻ ഫിനാൻഷ്യൽ ആപ്പായ ക്രെഡിൽ വാട്സപ്പിന്റെ മാതൃകാ കമ്പനിയായ മെറ്റ $90 കോടി നിക്ഷേപിക്കും. അപ്പം നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഭിമാനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് UK പ്രധാനമന്ത്രി സ്റ്റാർമർ രാജിവെച്ചു. അതായത് ലേബർ പാർട്ടിക്കുള്ളിലെ അരങ്ങേറിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ UK പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച കീർ സ്റ്റാർമർ പാർട്ടിയുടെ നേതൃത്വ പദവിയും അദ്ദേഹം ഒഴിയും. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പദവിയിൽ തുടരുകയും ചെയ്യും. അധികാരത്തേറി 2 വർഷം തികയും മുന്നെയാണ് 63-കാരനായ സ്റ്റാർമറുടെ രാജിപ്രഖ്യാപനം. അപ്പം അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറ്റേ എപ്സ്റ്റൈൻ ഫയലിനകത്ത് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യമായി നിരവധി പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചയിൽ പുരോഗതി. ഹോർമൂസിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാൻ US സമാധാന ചർച്ചയിൽ പുരോഗതിയെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ആക്രമണം അവസാനിപ്പിച്ചില്ലെന്ന് ഇസ്രയേൽ ആവർത്തിച്ചും ലെബനൻ സർക്കാർ ഉണ്ടാക്കുന്ന കരാറുകൾ പാലിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് ഹിസ്ബുള്ള നിലപാടെടുത്തും ചർച്ചയിൽ കല്ലുകടിയായി. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനു കനത്ത തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകി. ഇത് മുമ്പും പറഞ്ഞായിരുന്നു, പുള്ളി എതിർത്താല് ബോംബിടുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്, കാരണം ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരമാധികാരം സംരക്ഷിക്കുന്ന ആവശ്യങ്ങൾ എന്താണേലും അവർ മാറ്റില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അപ്പം എന്താണ് ഇനി മുന്നോട്ട് നമുക്കറിയാം. ഇപ്പം സമാധാനത്തിൻ്റെ പാതയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ നേതൃത്വം നൽകിയ ഒരു സമാധാന കരാറിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ സംസ്ഥാനത്ത് രാത്രി കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഡിസംബർ വരെ തുടരുമെന്നാണ് KECBയുടെ മുന്നറിയിപ്പ്. ഈ മഴക്കാലത്ത് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് കാരണം നമ്മൾ അതായത് ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചൂടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും നമുക്ക് പവർ കട്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു എന്ന് പറയാം. കാരണം LDF സർക്കാരിന്റെ കാലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു പവർ കട്ട് ഇല്ല എന്നത്. അപ്പം UDF സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ ഏറി വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നത് വലിയൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയായിട്ട് നമുക്ക് പറയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, ഇന്നലെ വലിയ രീതിയിൽ വിവാദമായിരുന്നൊരു വിഷയമായിരുന്നു ജ്യോതിഷിൻ്റെ മരണം എന്ന് പറയുന്നത്. അതായത് ആദിത്യം അരുളുന്നതിനിടെ മരണം കുടുംബത്തിൻ്റെ അത്താണി. അതായത് വിദേശത്തുള്ള സഹോദരൻ്റെ കുമളിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഷാപ്പിലെ ഭക്ഷണം കഴിക്കാനും നാട് കാണിക്കാനുമാണ് ജ്യോതിഷം കൂട്ടുകാരും എല്ലാവരെയും കൂട്ടിയത്. പേരുകേട്ട ഷാപ്പിൽ നിന്ന് ഭക്ഷണം വാങ്ങിയെങ്കിലും വില്ലൻ ഭക്ഷ്യവിഷബാധയുടെ രൂപത്തിൽ ഒളിഞ്ഞിരുന്നു. സഹോദരരൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരുന്നു ഇവരിൽ ചിലർ.
പാഴ്സൽ വാങ്ങി ഷിക്കാര ബോട്ടിലിരുന്ന് ഇവർ ഭക്ഷണം കഴിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. വയറുവേദനയായിരുന്നു തുടക്കം. പിന്നീട് ഛർദിയും വയറിളക്കവും ഉണ്ടായി. കുമരകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സാധാരണ ഭക്ഷ്യവിഷബാധയേക്കാൾ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ഭാരത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ജ്യോതിഷിന്റെ ഇരുവൃക്കകളും തകരാറിലായി. ഡയാലിസിസ് നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പം വൃക്കകൾ വരെ തകരാറിലാകുന്ന വിധത്തിലുള്ള ഒരു ഭക്ഷ്യവിഷബാധയാണ് അദ്ദേഹത്തിന് ഏറ്റവും നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു വൃത്തി എന്ന് പറയുന്ന വൃത്തിയില്ലാത്തതിൻ്റെ ഒരു ഭാഗമാണിത്. കാരണം നമുക്കറിയാം ഷാപ്പുകളിലൊക്കെ ആണെങ്കിലും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ്. ഷാപ്പുകളിലെ ഹോട്ടലുകളെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി വേണം ഹോട്ടൽ ഉടമകളും ഷാപ്പിലെ ഉടമകളെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട്. കാരണം ഇതിപ്പം വലിയ രീതിയിൽ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയം അദ്ദേഹമായിരുന്നു. അപ്പോൾ വിദേശത്തുള്ള സഹോദരൻ്റെ കുമളിയിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പാനും അതുപോലെ തന്നെ അവരെ നാട് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹം കൊണ്ടുപോയത്. പക്ഷെ അതിപ്പോൾ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമായി ഏറ്റിട്ടുള്ളൂ. അത് ശരി, അതൊരു എന്തോ ഒരു ദുരൂഹതയുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതും ശരിയാണ്. പിന്നെ 3.5 വർഷത്തിന് ശേഷം വീണ്ടും ഭക്ഷണം, അതായത് നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനത്തെ ഒരു വിഷയമില്ലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നതാണ്. അപ്പം 3.5 വർഷത്തിന് ശേഷം വീണ്ടും ഭക്ഷണം വില്ലൻ കണ്ണീരോർമ്മയായി ജ്യോതിഷ്. വിളമ്പുന്നത് വിഷമോ ഇതോ ഭക്ഷ്യസുരക്ഷ. അതായത് ഭക്ഷ്യസുരക്ഷയുടെ കാര്യം നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിലവിലെ ഒരു നിയമം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ ഹോട്ടലുകൾ വരികയാണെങ്കിൽ അവർ പിഴ അടച്ചിട്ട് വീണ്ടും അത് പിന്നെയും തുറക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അത് പൂട്ടിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവർ പിഴ അടയ്ക്കുക, വീണ്ടും തുടരുക. അങ്ങനത്തെ ഒരു അവസ്ഥ മാറേണ്ടതുണ്ട്. കാരണം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ ഭക്ഷ്യസുരക്ഷ, അതായത് സുരക്ഷ ഇല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഹോട്ടലിനെ മാറ്റിയാലേ ഉള്ളൂ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഇതാകത്തുള്ളൂ. കാരണം അവരും ആ ഒരു മാതൃക സ്വീകരിക്കും. അപ്പം ഇനിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അവർ നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകും. അപ്പം ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ കാലനാവുകയാണെന്ന ആശങ്കയാണ് ജ്യോതിഷിന്റെ മരണത്തിലൂടെ ഉയരുന്നത്. 3.5 വർഷത്തിന് ശേഷമാണ് ജില്ലയിൽ ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണം. ഇതിനിടെ നിരവധി ഭക്ഷ്യവിഷബാധ കേസുകൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഷാപ്പിൽ നിന്ന് കള്ളും മീൻ തലക്കറിയും കഴിച്ചവരിൽ ഒരാൾക്കാണ് ഇന്നലെ ജീവൻ നഷ്ടമായതെങ്കിൽ 2022 ഡിസംബറിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നേഴ്സായ രശ്മി രാജ്, അതായത് 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചത് സംക്രാന്തിയിലെ മലപ്പുറം മന്തി ഹോട്ടലിൽ നിന്ന് അൽഫാം കഴിച്ചതിനെ തുടർന്നാണ്. മായം ചേർത്തതും പഴകിയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്താൽ ഭക്ഷണശാലകൾ പിഴയടച്ച് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ് പതിവ്. നോട്ടീസ് നൽകി താൽക്കാലികമായി അടച്ചിടും. തുടർന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ച് കളയും. എന്നാൽ പിഴയടച്ചാൽ എന്നതാണ് അവസ്ഥ. അതായത് പിഴയടച്ചാൽ അവർക്ക് രക്ഷപ്പെടാം. എത്ര രൂപയാണ് അത് അടച്ചിട്ട് വീണ്ടും ഹോട്ടലുകൾ വീണ്ടും പ്രവർത്തിക്കാന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് കൂടുതലും അതായത് ഇപ്പോഴത്തെ ഹോട്ടലുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം പോലും പരിശോധിക്കാൻ സംവിധാനമില്ല. അതുപോലെ മഞ്ഞപ്പിത്തം, വയറിളക്കം അടക്കം പടർന്നു പിടിക്കുമ്പോഴാണ് ഈ ഉദാസീനത. പഴകിയ സാധനങ്ങൾ ചൂടാക്കി വിളമ്പുന്നതും പാത്രങ്ങളിലെ അണുബാധയുമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത്. അപ്പം വഴിയോരങ്ങളിൽ ബജ്ജിക്കടകളും തട്ടുകടകളും ഇപ്പോൾ ഉയരുകയാണ്. നമുക്കറിയാം എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകളാണ് അവിടെ. പക്ഷെ നമുക്ക് എല്ലായിടത്തും വൃത്തിയില്ല നമുക്ക് പറയുന്നത് ശരിയല്ല. കാരണം വൃത്തിയുള്ള സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇത്തരത്തിലെ ഭക്ഷ്യവിഷബാധ ഏൽക്കണമെങ്കിലും അതിപ്പം അതായത് പഴകിയ സാധനങ്ങൾ ചൂടാക്കി, ഇപ്പം കച്ചവടമൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ കൊടുക്കുന്ന ഇതുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ പോലും ഗുണനിലവാരം നോക്കാത്ത ആളുകളുണ്ട്. അപ്പം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ പാത്രങ്ങൾ വൃത്തിയായിട്ട് കഴുകാത്തതിന്റെ ഭാഗമായിട്ട് അണുബാധ ഉണ്ടാകുന്നതുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മീനും പണി തരാൻ സാധ്യതയേറെ. അതായത് ഇപ്പം നമുക്കറിയാം ട്രോളിങ് നടക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ മീനിൻ്റെ ലഭ്യത കുറവാണ്. അപ്പം മീനും അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യത ഏറെയാണ്. മീൻ പോലെയല്ല, തലഭാഗം നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും. പഴകിയതാണെങ്കിൽ പ്രശ്നമാണ്. ആഴ്ചകൾക്ക് മുമ്പ് കടലിൽ നിന്ന് പിടിച്ച ബോട്ടിലും ഗോഡൌണുകളിൽ സൂക്ഷിച്ച ശേഷമാകാം മീൻ ഷാപ്പിൽ എത്തിയതെന്ന സംശയവും ഉയരുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഷാപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ മീൻ ലഭ്യത അവർക്കൊരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കും. അപ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്. കാരണം ഫ്രിഡ്ജിൻ്റെ ആ ഫ്രീസറിൻ്റെ തകരാറ് ചിലപ്പം വലിയ പ്രശ്നത്തിലോട്ട് പോകും. കാരണം അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ മീൻ കേടാകാം. അതുപോലെ തന്നെ മീനിൻ്റെ ബാക്കി ഭാഗങ്ങൾ പോലെയല്ല തല നല്ല രീതിയിൽ ക്ലീൻ ചെയ്താലും. ഇപ്പോൾ ഷാപ്പിലൊക്കെ നമുക്ക് മെയിൻ വിഭവം എന്ന് പറയുന്നത് തലക്കറി തന്നെയാണ്. അപ്പം അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയില്ലെങ്കിലും അത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പം 3.5 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഈ ഭക്ഷ്യവിഷബാധ വില്ലനായി വരുന്നത്. അപ്പം ഇനിയിപ്പോൾ തുടർന്ന് അതായത് ഭക്ഷ്യസുരക്ഷ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുടർന്ന് പോട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇനിയും ഇതുപോലുള്ളൊരു അപകടങ്ങൾ ഒഴിവാക്കി കറക്റ്റായിട്ട് എല്ലാ ഹോട്ടലുകളും ഷാപ്പുകളും എല്ലാം ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അവയവ കച്ചവട കേസ് റെയ്ഡിൽ രേഖകൾ കണ്ടെടുത്ത് ED. അവയവ കച്ചവട കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം നടത്തിയ പരിശോധനകളിൽ നിർണായക രേഖകൾ ED കണ്ടെടുത്തതായി സൂചന. വ്യാജ രേഖകളും സാമ്പത്തിക ഇടപാടുമായി സംബന്ധിച്ച വിശദാംശങ്ങളും ലഭിച്ചതോടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കമുണ്ട്. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന നജീബിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വലിയ തുക കമ്മീഷനായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുക്കാനാണ് റെയ്ഡ്. ഇപ്പൊ കൂടുതലും ഇപ്പം കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം EDക്ക് ഇപ്പം കുറേ ഇത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇയാളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അടങ്ങാതെ അമ്മ മക്കൾ. അതായത് അമ്മയിൽ നമുക്കറിയാം ശ്വേതാമേനോൻ, പ്രസിഡന്റ് ശ്വേതാമേനോനൊക്കെ രാജിവെച്ചിരുന്നു. കൂട്ടരാജിയായിരുന്നു നടന്നിരുന്നത്. ഭാരവാഹികൾ ഒഴിഞ്ഞെങ്കിലും ആരോപണങ്ങളും തുറന്ന കത്തും രാജികളുമായി താരസംഘടനയായ അമ്മയിലെ തർക്കം രൂക്ഷമായി. രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും ആശ അരവിന്ദ് രാജിവെച്ചു. മല്ലിക സുകുമാരൻ, മുൻ ഭരണസമിതി അംഗം ലക്ഷ്മിപ്രിയ എന്നിവർ സംഘടനയിൽ നിന്നും പുറത്തുപോയി. ടിനിറ്റോം അംഗങ്ങൾക്ക് ഫേസ്ബുക്കിൽ തുറന്ന കത്തെഴുതി. അതായത് മാല പാർവതി, മല്ലിക സുകുമാരൻ, ലക്ഷ്മിപ്രിയ തുടങ്ങിയവരും ഇന്നലെ പ്രതികരിച്ചു. എന്നാൽ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും മൗനത്തിലാണ്. അമ്മയുടെ പെൻഷൻ വേണ്ടെന്ന് ലക്ഷ്മിപ്രിയ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരിച്ചാൽ ഇൻഷുറൻസും റീത്തും അനുശോചനവും വേണ്ട. സ്നേഹിക്കുന്ന ഏതാനും പേരൊഴികെ മറ്റാരും വരരുതെന്നും ലക്ഷ്മിപ്രിയ കുറിച്ചു. ഇത് അപ്പം അതുപോലെ തന്നെ ഈ മല്ലിക സുകുമാരൻ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വ്യവസായ പദവി അനുവദിച്ച പുതിയ ബഡ്ജറ്റ് അമ്മയ്ക്ക് സുവർണ അവസരമായിരുന്നു. തർക്കത്തിനും പേരിനുമാണ് ശ്രമിച്ചത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള താരങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് വിനിയോഗിച്ചില്ല. അന്തസ്സിനായി സ്ത്രീകൾക്ക് അമ്മയിൽ പോരാടേണ്ട അവസ്ഥയാണ്. നേതൃത്വ ഗുണമുള്ളവർ വരണം. അപ്പം അമ്മയുടെ പ്രശ്നം വലിയ രീതിയിൽ അതായത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിന് മുന്നോട്ടിപ്പം രമേശ് പിഷാരടിയാണ് നേതൃത്വം നൽകുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് അതിനെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. അതുപോലെ അതിൻ്റെ തന്നെ ഒരു വാർത്തയാണ് താരസംഘടനയായ അമ്മയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അനൗചിത്യമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. രാജ്യാന്തര ചലച്ചിത്രമേള ഇത്തവണയും തിരുവനന്തപുരത്ത് തന്നെ നടക്കുമെന്നും കൊച്ചിയിലേക്ക് വേദി മാറ്റാനുള്ള പ്രചാരണം വ്യാജമാണെന്നും മന്ത്രി പറഞ്ഞു. അത് കൊച്ചിയിലോട്ട് മാറ്റുമെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അത് വ്യാജമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അതായത് ഒരു വെറൈറ്റി കണ്ടന്റാണ്. 1.25 ഏക്കറിൽ വിളഞ്ഞു 10 ലക്ഷത്തിന് റെഡ് ലേഡി. അതായത് വീടിനടുത്തുള്ള പറമ്പിൽ പച്ചക്കറി കൃഷി അത്രയ്ക്ക് പച്ച പിടിക്കാതെ പോയപ്പോൾ VS പത്മകുമാർ ഭാര്യ KG മിനിയോട് ചോദിച്ചു, ഫ്രൂട്ട്സ് ഐറ്റം വല്ലതും കൃഷി ചെയ്താലോ? അതിന് അവർ തന്നെ ഉത്തരം കണ്ടെത്തി. അതായത് ശ്രീകാര്യത്തിനടുത്തുള്ള ഇടവക്കോടുള്ള 1.25 ഏക്കറോളം ഭൂമിയിലെ പപ്പായ കൃഷി, റെഡ് ലേഡി വിഭാഗത്തിൽപ്പെട്ട പപ്പായ 8 മാസത്തിനു ശേഷം വിളവെടുത്തു. നാളെ ഉള്ളൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിളവെടുപ്പിൽ കൃഷിമന്ത്രി T സിദ്ദിഖ്, സ്ഥലം MLA ആയ V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് VS പത്മകുമാർ. ഭാര്യ KG മിനി റിട്ടയർഡ് അധ്യാപികയും ഉള്ളൂർ കൃഷിഭവന്റെ അഗ്രികൾച്ചറൽ ഓഫീസർ സ്വപ്നയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. നിലമൊരുക്കൽ, അതുപോലെ ജലസേചനത്തിന് മോട്ടോറും പൈപ്പും സ്ഥാപിക്കൽ, വളം ഉൾപ്പെടെയുള്ളവയ്ക്കായി 2.9 ലക്ഷം ചെലവായി. 3 നേരം നേരിയ തോതിൽ ജലസേചനത്തിനായി ടൈമർ ഉൾപ്പെടെയുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളവെടുപ്പിന് 10 ലക്ഷം രൂപയുടെ നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷം ഇതിന് ഫലവും ലഭിക്കും. അപ്പോൾ റെഡ് ലേഡി പപ്പായ അതെന്താണേലും നല്ലൊരു കാര്യം. കാരണം പച്ചക്കറി കൃഷി ചെയ്ത് അത്ര വലിയ ഇതാകാത്തത് കൊണ്ട് അവർ ഫ്രൂട്ട്സ് വല്ലതും ചെയ്യാമെന്ന് ഓർത്തു. അപ്പം ഉടനെ അവർ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി. റെഡ് ലേഡി ഇനത്തിൽപ്പെടുന്ന പപ്പായ. അപ്പം അതിന് വിപണി വില 80-100 അതിൻ്റെ ഇടയ്ക്ക് വരും. അതുപോലെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ്. അപ്പം എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെ. കാരണം ഇപ്പോഴൊക്കെ കൃഷിയോടൊക്കെ താല്പര്യമുള്ളവർ ഉണ്ട്. അതുപോലെ പപ്പായ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള ഒരു സാധനം കൂടിയാണ്. അതുപോലെ അടുത്തത് ബിസിനസ് ആണ്. റബ്ബറിന്റെ വില മുന്നോട്ട് പിന്നെയും കൂടി. അതുപോലെ സ്വർണ്ണവില പിന്നെ കുറഞ്ഞു.
വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് മാറ്റമില്ല, വെളിച്ചെണ്ണയ്ക്കും വില കൂടി വരികയാണ്. കാരണം സ്വർണത്തിന്റെ ഒക്കെ വില കുറയുന്നതിനനുസരിച്ച് ആഹാര സാധനത്തിനാണ് കൂടുതലും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം കേരളം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി എല്ലാ സാധനങ്ങൾക്കും, അതായത് നമ്മൾ പറഞ്ഞ മാംസം, അതുപോലെ അവയ്ക്ക് ഇറച്ചികൾക്ക് വില കൂടുതലാണ്, അതുപോലെ പച്ചക്കറികൾക്ക് കൂടുതലാണ്, പെട്രോളിന് വില കൂടുതലാണ്, എല്ലാത്തിനും വില കൂടുതലാണ്. അതിന്റെ കൂടെ കുറെ പകർച്ചവ്യാധികളും മഴയും എല്ലാം വലിയ എല്ലാ ദുരന്തവും കൂടെ ഒന്നിച്ചായി ഇപ്പം സംസ്ഥാനത്ത് ഇപ്പൊ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിഴിഞ്ഞം ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. അപ്പം നമുക്കറിയാം ധനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിഷൻ സമുദ്രയായിരുന്നു. അപ്പം ഗ്രീൻ ബങ്കറിംഗ് സേവനമുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഇതിലൂടെ ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനത്തിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തും. വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നിവയും നിർമ്മാണവും സ്ഥലമേറ്റെടുക്കലും വേഗത്തിലാക്കും. വിഴിഞ്ഞം കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റാഫിംഗ് സെന്ററുകൾ, ട്രൈപോർട്ട് എന്നിവ ആരംഭിക്കും. സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. തുറമുഖ വികസനത്തിനും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും ലോജിസ്റ്റിക് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും സ്വകാര്യ പങ്കാളിത്തത്തോടുള്ള പദ്ധതികൾക്കുമായി മാരിടൈം പോളിസിയും രൂപീകരിക്കും. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2025-26 സംസ്ഥാനത്തെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. ഓക്കെ, അപ്പം വിഴിഞ്ഞത്തെ അത് വലിയ രീതിയിലുള്ള അദ്ദേഹം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ മിഷൻ സമുദ്രയായിരുന്നു. അതായത് തുറമുഖം, വിഴിഞ്ഞം തുറമുഖത്തെ ബേസ് ചെയ്തിട്ട് സമുദ്രം വലിയ രീതിയിൽ അതൊരു പോർട്ടലാക്കി മാറ്റുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് അറിയില്ല എങ്ങനെയാണ്. കാരണം നിലവിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതായത് കടബാധ്യത, അതുപോലെ തന്നെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാം ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചത് KSRTCയുടെ നഷ്ടം. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കേരള സർക്കാർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എന്താണെങ്കിലും വരും ദിവസങ്ങൾ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പിന്നെ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി, അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഉത്തരമില്ലാത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ട് കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. അതായത് ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ആരാണ് ജയിച്ചതെന്നറിയാൻ മഷിയിട്ട് നോക്കേണ്ടി വരും. സൈനികമായി കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും തന്ത്രപരമായ വിജയം നേടിയത് ഇറാനാണ്. സൈനികമായി പ്രഹരം ഏറ്റില്ലെങ്കിലും തന്ത്രപരമായി പരാജയപ്പെട്ടതും അമേരിക്കയാണ്. അപ്പം നമുക്കറിയാം, കാരണം ഇറാനും അതായത് അമേരിക്കയും ഇസ്രയേലും കൂടെ ചേർന്നിട്ടാണ് ഇറാനെ തുടക്കത്തിൽ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പം സൈനികമായിട്ട് കനത്ത തിരിച്ചടി അവർക്ക് ഒരുപാട് നഷ്ടം, അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനി വരെ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് തിരിച്ചടികൾ അവരുടെ ജനങ്ങൾക്കാണെങ്കിലും അതുപോലെ ഇറാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ തന്ത്രപരമായി വിജയം നേടിയത് ഇറാനാണെന്ന് പറയാം. അതുപോലെ തന്നെ സൈനികമായി ഇപ്പം അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ അവരുടെ വ്യോമതാവളങ്ങൾ ഇഷ്ടം പോലെ ഇറാൻ തകർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് സൈനികമായി പ്രഹരമേറ്റില്ലെങ്കിലും തന്ത്രപരമായി പരാജയപ്പെട്ടത് അമേരിക്കയാണ് നമുക്ക് പറയാൻ കഴിയും. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ അനിവാര്യമായൊരു ചോദ്യം ഉയരും, ആരാണ് ജയിച്ചത്? ശരി, കാരണം ഈ യുദ്ധം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കാരണം സമാധാനത്തിൻ്റെ ഒരു പാതയിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം ആരാണ് ജയിച്ചതെന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അപ്പം അതിനകത്ത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടും അവർ തകർന്നില്ല എന്നുള്ളതാണ്. കാരണം ഇറാൻ്റെ ആ സൈനിക ശേഷി തന്നെ നമുക്കത് അതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നത് തടയുക, അവരുടെ ഒരു ആ സിസ്റ്റത്തെ തന്നെ, ഇറാൻ എന്ന രാജ്യത്തിന്റെ സിസ്റ്റത്തെ തന്നെ ഫുള്ളായിട്ട് മാറ്റുക എന്നതായിരുന്നു. പക്ഷെ അതിനെ അവർ മറികടന്ന് അവരുടെ പരമാധികാരം സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവരെ എത്തിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന്റെ കളി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ച യുദ്ധത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. അതായത് ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇറാഖിനെയാണ് പിന്തുണച്ചത്, ഇസ്രായേൽ ഇറാനൊപ്പമാണ് നിന്നത്. ഇറാഖിനെതിരെ ഇറാൻ പ്രയോഗിച്ചതിൽ കൂടുതലും ഇസ്രായേലിൽ നിർമ്മിച്ച ആയുധങ്ങളായിരുന്നു. ഇസ്രായേലിന് അവരുടെ പുതിയ ആയുധങ്ങളും ഗുണപരിശോധനയ്ക്കും വേണ്ടി കൂടിയായിരുന്നു ഈ യുദ്ധം. പിന്തുണയ്ക്കുന്നതിന് പകരമായി ഇറാൻ നിർലോഭം എണ്ണ ഇസ്രായേലിന് നൽകി. 80കളിലെ എണ്ണ പ്രതിസന്ധിയെ ഇസ്രായേൽ അതിജീവിച്ചതും അങ്ങനെയാണ്.
കാലം മാറുകയും പണത്തിന് തൂക്കം കൂടുകയും ചെയ്യുമ്പോൾ വ്യക്തിബന്ധങ്ങളാകെ മാറി മറിയുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലും മാറ്റം വരും. ഇന്നിപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രയേലാണ്. അപ്പോൾ ഒരു കാലത്ത് രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. ഇസ്രയേലിലെ പ്രതിസന്ധിയൊക്കെ പരിഹരിച്ചിരുന്നത് ഇറാനാണ്. പക്ഷേ ഇപ്പോൾ അത് മാറി രണ്ടുപേരും ഏറ്റവും വലിയ ശത്രുക്കളാണ്. നമുക്ക് അറിയാം, ഡൊണാൾഡ് ട്രംപ് ഒരുപാട് തവണ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിൽ പോലും അതായത് നെതന്യാഹു ആണ് ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തത്. കാരണം അദ്ദേഹത്തിന് ഒരു പേടിയുണ്ട്. കാരണം ഗാസയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇറാൻ തിരിച്ചടിക്കുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഈ യുദ്ധത്തിൽ സൈനികമായിട്ട് ഇറാന് തിരിച്ചടി നേരിട്ടെങ്കിലും തന്ത്രപരമായി ഇറാന് തന്നെയാണ് വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മഴക്കാലമാകുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെയാണ്. അപ്പം മുല്ലപ്പെരിയാർ ഡാം തർക്കം കേരളത്തിൻ്റെ നിസ്സംഗത മുതലെടുത്ത് തമിഴ്നാട്, അതായത് മുല്ലപ്പെരിയാർ തർക്കങ്ങളിൽ തമിഴ്നാട് മുതലെടുക്കുന്നത് കേരളത്തിൻ്റെ നിസ്സംഗത. വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ കേരളത്തിൻ്റെ മന്ത്രിമാർ ഗൗരവമുള്ള ഇടപെടലുകൾ നടത്താറില്ല. 1970 ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ഉപകരാർ മുതൽ കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനാ സമിതിയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പ്രതിനിധികളെ നീക്കം ചെയ്തതുവരെയുള്ള സംഭവങ്ങളുടെ നിഴലിക്കുന്നതും കേരളത്തിന്റെ വീഴ്ചകളാണ്. അപ്പോൾ സുപ്രീം കോടതിയിലെ വ്യവഹാരങ്ങളിൽ 2006-ലും 2014-ലും വിധി വന്ന 2 കേസുകളിലും തോറ്റിട്ടും കാര്യമായി ഒരു ഇടപെടലും നടത്തിയില്ല. അണക്കെട്ടിന്റെ സുരക്ഷയും 999 വർഷത്തെ പാട്ടക്കരാറിന്റെ നിയമ സാധുതയും സംബന്ധിച്ച കേസിൽ വാദം തുടരുകയുമാണ്. അപ്പം കേരളത്തിൻ്റെ ഒരു നിസ്സംഗതയാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 1956-നും 1970-നും ഇടയിൽ 3 തവണ ഏതു പാതയും അംഗീകരിക്കാൻ തയ്യാറായി വന്ന തമിഴ്നാടിനെ കേരളം അവഗണിച്ചു. അനുമതിയില്ലാത്ത വൈദ്യുതി ഉൽപ്പാദന പദ്ധതിയുമായി തമിഴ്നാട് മുന്നോട്ട് പോയി. 1970 എല്ലാ നിയമലംഘനങ്ങൾക്കും സാധ്യത നൽകിക്കൊണ്ട് അവർ പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്തു. 1941 മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് നിയമസാധുത ആർബിട്രേഷനിൽ ചോദ്യം ചെയ്ത തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ സമ്പൂർണ്ണ വിജയവും നേടിയിരുന്നു. അപ്പം വലിയ രീതിയിലുള്ള കേരളത്തിൻ്റെ ഒരു പരാജയമായിട്ട് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. 4 നൂറ്റാണ്ടായും പാട്ടമില്ല. മുല്ലപ്പെരിയാറിലെ 8,000 ഏക്കർ വനഭൂമിക്ക് പ്രതിവർഷം 2,40,000 രൂപയാണ് പാട്ടത്തുക. ഏക്കറിന് 30 രൂപ വെച്ച്. അപ്പോൾ 1970 മുതൽ 30 വർഷത്തിലൊരിക്കൽ പാട്ടത്തുക പുതുക്കണമെന്ന വ്യവസ്ഥയുണ്ട്. 1999 മുതൽ പാട്ടം വാങ്ങുന്നില്ല, പാട്ടത്തുക പുതുക്കിയിട്ടുമില്ല. അതൊക്കെ അല്ലേ, കാരണം ആ ഒരു കരാറിൽ ഒപ്പിട്ടതായിരുന്നു. അതായത് 1 ഏക്കറിന് 30 രൂപ വെച്ചിട്ട് 2,40,000 രൂപയാണ് പാട്ടത്തുക. അപ്പോൾ 1970 മുതൽ 30 വർഷത്തിൽ ഒരിക്കൽ പാട്ടത്തുക പുതുക്കണമെന്നുമുണ്ട്. അപ്പോൾ 1999 മുതൽ പാട്ടം വാങ്ങുന്നുമില്ല, പാട്ടം അത് പുതുക്കിയിട്ടുമില്ല. അപ്പോൾ ഇപ്പം 2026 അപ്പോൾ ഇത്രയും വർഷമായിട്ടും അത് നടന്നിട്ടില്ലെന്നും പറയുന്നു. അതുപോലെ പെൺവാണിഭ കേന്ദ്രത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു, 6 പേർ അറസ്റ്റിൽ, 4 സ്ത്രീകൾ ഉൾപ്പെട്ട് 2 പുരുഷന്മാരും ഉണ്ട്. അതിൽ ഒഡീഷ സ്വദേശിയായ ധനപതി നായിക്കാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആസാം, ഒഡീഷ സ്വദേശികളായ 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതും അവിടെ ജോലിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളി അവിടെ ചെന്നത്. പക്ഷെ എന്തോ ഒരു വാക്ക് തർക്കത്തിന്റെ പേരിലാണ് തലയ്ക്ക് പുറകിലാണ് പരിക്കേറ്റതും. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം ഇപ്പം നമുക്കറിയാം വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. കണ്ണുകളെല്ലാം ക്രിസ്ത്യാനോയിൽ. പോർച്ചുഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെ നേരിടും. അതായത് കഴിഞ്ഞ കളിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് ഫുട്ബോളിലെ ഇതിഹാസം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് 25 തവണ മാത്രമാണ് അദ്ദേഹം കാലുകൊണ്ട് പന്ത് തൊട്ടത്. അപ്പോൾ അതുപോലെ സമ്മർദ്ദഘട്ടത്തിലൂടെ ആയിരുന്നു. അതായത് പോർച്ചുഗൽ ടീമിന് കോർഡിനേഷൻ ഇല്ലെന്നും അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നില്ലെന്നും അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് റൊണാൾഡോയിലേക്കാണ്. അതായത് ലോകകപ്പ് ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ ഇന്ന് കന്നിക്കാരായി ഉസ്ബെക്കിസ്ഥാനെ നേരിടാൻ എത്തുമ്പോൾ ആരാധകർ നോക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്കാണ്. കോങ്കോയ്ക്കെതിരെ സ്വന്തം ടീം പന്ത് കൊടുക്കാനും എതിർ ടീം പന്തെടുക്കാനും സമ്മതിക്കാതെ ക്രിസ്ത്യാനോയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അപ്പോൾ 1-1 സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിന് ശേഷം ഏറ്റവും സങ്കടത്തോടെ നിന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. 6ാം ലോകകപ്പിന് ഇറങ്ങിയ താരത്തിന് 25 തവണ മാത്രമാണ് പന്ത് തൊടാനായത്. ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് പോലും തൊടുക്കാനായില്ല. 2ാം പകുതിയിൽ ലഭിച്ച 2 അവസരങ്ങളും പാഴാക്കി. അപ്പോൾ 90 മിനിറ്റ് കളിച്ചിട്ടും ക്രിസ്ത്യാനോയ്ക്ക് മത്സരത്തിൽ ഒരു സ്വാധീനം ചെലുത്താനായില്ല.
തന്നെ മാർക്ക് ചെയ്ത് നിന്നവർക്കിടയിലും ഉലാത്തുകയായിരുന്നു മിക്ക സമയം. അപ്പോൾ ലയണൽ മെസ്സിയും എംബാപ്പയും ഹാരി കെയ്നും ഒക്കെ ഗോൾ അടിച്ച് തകർക്കുമ്പോഴാണ് ക്രിസ്ത്യാനോയുടെ ഈ ദുർവിധി. പോർച്ചുഗൽ ടീമിന് വേണ്ടത്ര ഒത്തിണക്കമില്ലാത്തതിനാലാണ് കോങ്കോയ്ക്കെതിരെ വിജയിക്കാൻ കഴിയാത്തതെന്ന വിമർശനവുമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നും കൂടെ അദ്ദേഹം കളിക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും പറയാൻ പറ്റും, ഒട്ടും പറയാൻ പറ്റത്തില്ല അദ്ദേഹം കേറുവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നും കൂടെ കളിച്ചില്ലെങ്കിൽ അത് കാരണം ആ കളി കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുള്ള് ട്രോളാണ്, വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് റൊണാൾഡോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും അതായത് ഇപ്പോൾ ഹാട്രിക് അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും റൊണാൾഡോ തന്നെയായിരുന്നു മുന്നിൽ. ഇപ്പോൾ വേൾഡ് കപ്പിലെ ഗോളിലാണെങ്കിലും എല്ലാത്തിലും റൊണാൾഡോ ആയിരുന്നു മുന്നിൽ. അപ്പം ഈ മെസ്സിയും കൂടെ ഇത്തരത്തിൽ ഗോൾ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ, അപ്പം മെസ്സി റൊണാൾഡോ ഫാൻസ് തമ്മിലുള്ള ഒരു തർക്കങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ. കാരണം ഫാൻ ബേസിന്റെ പേരിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ട്രോളുകൾ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ, അതായത് അർജന്റീന ഇന്ന് കളിച്ചിരുന്നു, ഇന്നലെ കളിച്ചിരുന്നു. അതിന് മുമ്പത്തെ ആദ്യത്തെ മത്സരത്തിൽ മെസ്സി ഒരു ഫൗള് കാണിച്ച് അത് ഫിഫ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ റൊണാൾഡോനെ എല്ലാവരും തഴയുന്നു എന്ന തരത്തിലാണ് ആരാധകർ ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നും കൂടെ അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനമായിരിക്കും നേരിടേണ്ടി വരിക. അപ്പോൾ എന്താണെങ്കിലും റൊണാൾഡോ ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഗോളെങ്കിലും അടിക്കണം എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. കാരണം അദ്ദേഹം എങ്ങനെയാണ് ഇന്നത്തെ കളിക്കാൻ ഇറങ്ങുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ഇന്നലത്തെ ലോകകപ്പിലെ ഓസ്ട്രേലിയയും അർജന്റീനയും തമ്മിലുള്ള കളിയിൽ മെസ്സിക്ക് ഗോൾ റെക്കോർഡ്. ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഗോളുകളുടെ റെക്കോർഡ് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിക്ക്. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ 38-ാം മിനിറ്റിൽ നേടിയ ഗോളോടെയാണ് ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയെ മറികടന്ന് മെസ്സി മുന്നിലെത്തിയത്. ലോകകപ്പ് ചരിത്രത്തിലെ മെസ്സിയുടെ 17ാം ഗോൾ. ഈ ലോകകപ്പിലെ 4ാം ഗോളായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തെ ദ ഗോട്ട് എന്ന വിശേഷണം വെറുതെ ഒന്നും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ 17ാം ഗോളാണ്. അതുപോലെ തന്നെ ഈ ലോകകപ്പിലെ 4ാം ഗോള്. കാരണം ആദ്യത്തെ മത്സരത്തിൽ ഹാട്രിക് അടിച്ചിരുന്നു, അപ്പം 4ാമത്തെ ഗോളാണത്. അപ്പം എന്താണേലും ഈ പ്രാവശ്യം അർജന്റീന കപ്പ് എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം പലരും പ്രവചിക്കുന്നുണ്ട് അർജന്റീനയ്ക്ക് തന്നെയാണ് കപ്പ്. കാരണം ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് RCB ഈ IPL RCB 2ാം തവണ കിരീടം. കഴിഞ്ഞ വർഷം RCBക്ക് ആയിരുന്നു, ഈ പ്രാവശ്യം RCBക്ക് ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പിൽ അർജന്റീന എടുത്തു, അപ്പോൾ ഈ പ്രാവശ്യം അർജന്റീന എടുക്കുന്നൊക്കെ തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ആരാണ് കപ്പ് ഉയർത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വാർത്തകളെല്ലാം തന്നെ, പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം.